ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇച്ചിരി ചക്ക വേവിക്കാം കേട്ടോ. ചക്ക വേവിക്കാൻ ആർക്കും അറിയത്തില്ല നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഞാൻ വേവിക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. പെട്ടെന്ന് നമുക്ക് ചക്ക വേവിച്ച് കഴിഞ്ഞാൽ അതിനാവശ്യം ഞാൻ കുറച്ച് ചക്കച്ചോളൻ്റെ ഉള്ളിൽ പറക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി. അതിനരയ്ക്കാൻ ആവശ്യമായ ഐറ്റങ്ങൾ കാന്താരിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ചക്ക എത്ര എടുക്കുന്നത് വെച്ചാൽ അതനുസരിച്ച് ഐറ്റങ്ങൾ ഓരോരുത്തർ എടുക്കണം കേട്ടോ. ഞാൻ ഈ എടുത്ത ചക്കയുടെ അനുസരിച്ചുള്ള തേങ്ങ ഇച്ചിരി ഏറെ വേണം നമ്മൾ ചക്കയ്ക്ക് അരയ്ക്കുന്നുണ്ടേ. നല്ല ഇച്ചിരി ഒത്തിരി എളുപ്പം തേങ്ങ അല്ല, ഉണക്ക തേങ്ങയോ നല്ല പഴുത്ത് വിളഞ്ഞ തേങ്ങയോ നല്ലതാണ്. പിന്നെ കരിയാപ്പില വേണം. കരിയാപ്പില ഇച്ചിരി ഏറെ ഇടും ഞാൻ ചക്കയ്ക്ക്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ജീരകമുണ്ട് കേട്ടോ. വെളുത്തുള്ളി, കാന്താരി ആ ചക്കയ്ക്ക് ഏറ്റവും നല്ലത്. പിന്നെ മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, പിന്നെ തേങ്ങ. ഞാൻ ഈ ചക്ക അരിയാൻ പോവാം. ഇതെല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ചക്ക അരിയുന്നത് ഞാൻ കുക്കറിനകത്താണ് ചക്ക വയ്ക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കലത്തിനകത്തൊക്കെ ചക്ക വയ്ക്കുന്നത്. ഒരു 2 ചക്കയൊക്കെ വെട്ടിയിട്ട് 3, 4 പിള്ളേരൊക്കെ അടുത്തിരുന്ന്, അപ്പനും അമ്മയെല്ലാം കൂടെ അടുത്തിരുന്ന് ചക്ക വേവിക്കാനും പറക്കാനും എല്ലാം. ഒരാൾ തേങ്ങ പൊതിക്കുന്നു, ഒരാൾ തിരുമുന്നു, ഒരാൾ ചതയ്ക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആർക്കും ചക്ക വയ്ക്കാൻ സമയവും ഇല്ല. എല്ലാവർക്കും ബിസിയായി. ഇതിപ്പോൾ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, കുക്കറിനകത്ത് വേവിക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് 3-4 ചുള എടുത്ത് കൂട്ടിപ്പിടിച്ച് ഇച്ചിരി വലുതായിട്ട് അങ്ങ് അരിഞ്ഞാൽ മതി. ഇപ്പോൾ ചെറിയതായിട്ട് 2 ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചക്ക റെഡിയാവും പെട്ടെന്ന്. ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ചക്ക താണ്ട് ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചേക്കും കേട്ടോ. ഇതിൻ്റെ അരഭാഗം വരെ ചക്ക വാരി ഇടുക. നല്ലവണ്ണം പിടിച്ച് അമ്മയ്ക്ക് അങ്ങ് വാരിയാൽ മതി. ആവി വരുമ്പോഴത്തേന് ഇതെല്ലാം താന്നു കേട്ടോ. പകുതി മുക്കാൽ ചക്ക വാരി ഇട്ട്, എന്നിട്ട് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ച ആ ഐറ്റങ്ങളെല്ലാം മിക്സിക്കകത്ത് ഇങ്ങനെ ചതച്ച് വെച്ചേക്കുക. ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് കുടഞ്ഞിടാം. ഇതിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ടെ അതിൻ്റെ മേളിൽ പിന്നെ കുറച്ച് ചക്ക ഇട്ട് വെക്കുക. ഞാൻ എന്തിനാണെന്നറിയാമോ? ഈ അരപ്പിൻ്റെ ഈ സ്മെല്ലും ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ആവി കൂടെ പോവാതിരിക്കാനാണ് ഞാൻ ഇത് അതിനകത്തിൽ പിന്നെ ചക്ക ഇടുന്നത്. ഇതിൻ്റെ മണ്ടക്കോട്ട് പിന്നെ ചക്ക വാരി ഇടുക കേട്ടോ. മനസ്സിലായല്ലോ? ഞാൻ കലത്തിൽ വേവിക്കുവാന്നേലും അങ്ങനെ ചെയ്യത്തുള്ളൂ. അരപ്പ് ഏറ്റവും മേളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആവിയും അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം പോകും. വെളുത്തുള്ളിയുടെ ജീരകത്തിൻ്റെ ഒക്കെ ഇത്ര ഇടുന്നുള്ളൂ ഞാൻ. ഇത്ര ഇടുക. ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കരിയാപ്പില അങ്ങോട്ട് ഇടുക കേട്ടോ. ഉണ്ടാക്കിക്കോട്ടെ. ഇച്ചിരി എത്ര കരിയാപ്പില ഇട്ടാലും കുഴപ്പമില്ല. ചതയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കരിയാപ്പില ഇട്ടിട്ടുണ്ട്. കരിയാപ്പില ചക്കയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ഇനി ഞാൻ വെള്ളം ഒഴിക്കുവാണ് കേട്ടോ. അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു തരുമോ. അല്ലാതെ നമ്മളൊരു കണക്ക് കണ്ട ചക്ക ഓരോ സൈസിലെ ചക്കയില്ലേ, വെള്ളം കൂടുതലുള്ള ചക്കയുണ്ട്. മഴപ്പരുത്തിന് ചക്കയ്ക്ക് വെള്ളം പിടിച്ച ചക്ക കാണും. 2 ഗ്ലാസ് വെള്ളം കേട്ടോ. ആദ്യം 1 ഗ്ലാസ് ഈ മിക്സിക്കകത്തോട്ട് ഒഴിച്ച് 1 ഗ്ലാസ് കൂടെ ഒഴിച്ചു. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ചേർക്കും. ഞാൻ ഇത്ര ഉപ്പേ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് അടയ്ക്കാൻ പോകും. അടച്ചിട്ട് ഗ്യാസ് ഓണാക്കി ഇങ്ങനെ വെച്ചു. നല്ല ഫുള്ള് തീ കൊടുത്തേക്കണം കേട്ടോ. ചക്ക അല്ലെങ്കിൽ വാടിപ്പോ. 2 ഫിസിൽ മതി. ഫിസിൽ 2 അടിക്കുമ്പോഴത്തേ നമുക്ക് നിർത്താം. ഓക്കെ. ചക്ക നമ്മൾ 2 ഫിസിലടിച്ച് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മാങ്ങാ ചമ്മന്തി അരച്ചുകൊണ്ട് വരേ. മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പച്ചിലമുളക് അല്ലെങ്കിൽ പാണ്ടിമുളക് എന്ന് പറയും. അത് ചൂടത്തില്ല. നമ്മൾ മാങ്ങ വെക്കാതെ അരയ്ക്കുന്നത് ചമ്മന്തിക്കാണെങ്കിൽ മാങ്ങ നമ്മൾ വറക്കുകയോ മുളക് വറക്കുകയോ അല്ലെങ്കിൽ അടുപ്പിലിട്ട് ചുട്ടെടുക്കുകയോ ചെയ്യും. ഇത് പച്ചയ്ക്ക് ഇത് വറക്കത്തുമില്ല ചുടത്തുമില്ല. പച്ചയ്ക്ക് വച്ചേട്ടാ ഈ മുളക് നമ്മൾ ഇതിനകത്ത് ഇടുന്നത് കേട്ടോ. നല്ലൊരു പുള് മാങ്ങ
നല്ലൊരു പൂള് മാങ്ങ എടുത്തു, നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കണം. ചുവന്നുള്ളി എടുത്തു, തേങ്ങ എടുത്തു, ഇതെല്ലാം കൂടെ. ഉപ്പുണ്ട്, അതിനകത്ത് ഇരട്ടി ഞാൻ ആദ്യം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇടുന്നുണ്ട്. നല്ല വൃത്തിയാണ്. എനിക്ക് ചക്ക കഴിക്കാൻ ഇച്ചിരി മാങ്ങാ ചമ്മന്തി വേണം, എത്ര കൂട്ടാനുണ്ടെങ്കിലും. മത്തിക്കറി ഇരിപ്പുണ്ട്. നമുക്ക് ചക്കയുടെ കൂടെ ഏത് കൂട്ടാനാണേലും പറ്റും. പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ അടച്ചേറ്റുമുളക് അരയ്ക്കും, കാന്താരി, വെളുത്തുള്ളിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചക്ക തിന്നാൻ നല്ല സൂപ്പറാണ്. ഇപ്പം അടച്ചേറ്റി ഒന്നും കാണാനില്ലല്ലോ. ഇച്ചിരി ഉപ്പിടുവാന്നേ, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മുടെ ഉണക്കമീനാണെങ്കിൽ മാങ്ങ ഇട്ട് കൊച്ചുള്ളിയൊക്കെ കീറിയിട്ട് പച്ചത്തേങ്ങ അരച്ചൊഴിച്ച് കറി വെച്ചാൽ അത് സൂപ്പറാണ് ചക്ക തിന്നാൻ. പിന്നെ മാങ്ങാപ്പച്ചടി വെക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് മത്തിക്കറി ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങാ ചമ്മന്തി കൂടെ അരയ്ക്കും കേട്ടോ. കുക്കറിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്, അതിങ്ങനെ ആയിരിക്കും. നമുക്കിത് വെള്ളം ഉണ്ടോന്ന് കുത്തി നോക്കാം. തുടുപ്പിട്ട് ഒട്ടും വെള്ളമില്ല കേട്ടോ. അതുകൊണ്ടോ പരുവത്തിന് ഞാൻ ആ വെള്ളം ഒഴിച്ചതും എല്ലാം നല്ല പഞ്ഞി പോലാണ്ട് ചക്ക വെന്തു. ഇതേണ്ട, ആഹാ നല്ല ചൂട്, നല്ല സൂപ്പറായിട്ടാ. കണ്ടോ കുക്കറിന് തുളുമ്പ് ചക്ക വെച്ചതാ. ഇപ്പം കണ്ടോ, ഞാൻ തറയിലെടുത്ത് വെച്ച് നല്ലവണ്ണമൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ട് വരട്ടെ. നമ്മുടെ ചക്ക ഇവിടെ സൂപ്പറായിട്ട് വെന്ത് കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കുക്കറിനകത്ത് പരുവത്തിന് 2 വിസിലടിച്ചാൽ മതി. കലത്തിനകത്ത് തീ കുഴയുന്നോ വാടിപ്പോകുമെന്നോ ഒന്നും വിചാരിക്കണ്ട. കണ്ടോ, ചക്ക പഴഞ്ഞു കുടിക്കാൻ നല്ലതാണ്. നാളത്തേക്ക് പഴഞ്ഞു കുടിക്കാൻ നല്ലതാണ്. ഇങ്ങനെ കുഴഞ്ഞിരിക്കാൻ ചക്ക നല്ല സൂപ്പർ ചക്ക. ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചമ്മന്തി ഉണ്ട്, മാങ്ങാ ചമ്മന്തി. മത്തിക്കറി ഉണ്ട്, അതും കാണിക്കാം. ഇച്ചിരി ചക്ക വിളമ്പുക കേട്ടോ. ഇച്ചിരി ചക്ക വിളമ്പി. ഇന്നലെ വൈകിട്ട് മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു. മത്തി ഞാൻ ഇങ്ങനെ വരിയും. വലിയ മത്തിയാണ്, നല്ല പണ്ടത്തെ രുചിയുള്ള മത്തിയാണ് കേട്ടോ. എന്തോ ടേസ്റ്റാണെന്നറിയാമോ? വലിയ മത്തിയാണ് കൊണ്ട് വലിയ മത്തിയാണ്. നീച്ച് ചാറ്. ഇച്ചിരി മാങ്ങാ ചമ്മന്തി. മാങ്ങ വെള്ളക്കിട്ടതുണ്ട്, പച്ചമുളക് കീറി കാന്താരിയൊക്കെ ഇട്ട് വെള്ളക്കിട്ട മാങ്ങയുണ്ട്. അത് കഴിഞ്ഞിട്ട് അല്ലാതെ കടുമാങ്ങ ഇട്ടതുണ്ട്. ഇതും കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് ഇച്ചിരി എടുത്തിട്ടുണ്ടല്ലോ. ചൂടാട്ടോ. പണ്ടത്തെ ഒരു ഇത്. ഈ ചക്ക ഇങ്ങനെ ഓടി ചാറിനകത്തോട്ട് മുക്കണേ. ചാറിനകത്തോട്ട് മുക്കിയിട്ട് ഇച്ചിരി ചമ്മന്തിയും കൂടെ ഒന്ന് തൊട്ട് സൂപ്പറാണ്. എൻ്റെ ഈ ചക്ക വേവിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.